രാജ്യത്ത് തന്നെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. നീതി ആയോഗിന്റെ 2021 മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം 0.7% മാത്രം ദാരിദ്ര്യമുള്ള നാട്. ദാരിദ്ര്യത്തിന്റെ തോത് ചെറുതാണെങ്കിലും അവ പരിഹരിച്ച് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സർക്കാർ 2021 മെയ്യിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ടത്. അതേവരെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു പദ്ധതി. അതായിരുന്നു കേരളം തുടക്കമിട്ട അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം. ആദ്യഘട്ട അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഭക്ഷണവും ചികിത്സയും ആവശ്യമായവർക്ക് അത് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകിയത്. അതിനു പുറമെ അവകാശരേഖകൾ, ആരോഗ്യ ഇൻഷുറൻസ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയും അടിയന്തരമായി ലഭ്യമാക്കി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ 2023 നവംബർ 1 അതിദരിദ്രരായി കണ്ടെത്തിയവരിൽ 40% പേരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നാം ലക്ഷ്യമിട്ടിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പ്രഥമ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്ന പദ്ധതി. ആശ്രയ, അഗതിരഹിത കേരളം, വിശപ്പുരഹിത കേരളം തുടങ്ങി അതിദാരിദ്ര്യമില്ലാതാക്കാൻ കേരളം നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായുള്ള പദ്ധതി. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദരിദ്രരെ കണ്ടെത്തി അതിജീവന പദ്ധതികൾ നടപ്പിലാക്കി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഗ്രാമസഭകളിൽ തുടങ്ങി ജനകീയ പങ്കാളിത്തത്തോടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും നിരവധി പരിപാടികളാണ് കേരളം തുടക്കം കുറിച്ചത്. നമുക്ക് ഒന്നാം ഘട്ടത്തിൽ തന്നെ 47% കുടുംബങ്ങളെ, നമ്മൾ കണ്ടെത്തിയ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരാക്കാനായിട്ട്, മോചിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആജീവനാന്തം അവർക്ക് സംരക്ഷണവും ദുരിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അവർക്ക് രക്ഷയും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ നമുക്ക് എടുത്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, അതിജീവനത്തിനുള്ള വരുമാനം തുടങ്ങിയ ഘടകങ്ങളിലൂന്നിയുള്ള മാനദണ്ഡങ്ങളിലൂടെയാണ് അതിദരിദ്ര കുടുംബങ്ങളെ സർക്കാർ തിട്ടപ്പെടുത്തിയത്. വയോധികർ, ഒരു വരുമാനവുമില്ലാത്തവർ, ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടതും കിടപ്പ് രോഗികളുള്ളതുമായ കുടുംബങ്ങൾ, അനാഥരായ കുട്ടികളെ നോക്കുന്നവർ, ഭിന്നശേഷിക്കാരായതും പ്രത്യേക വരുമാനമില്ലാത്തവരുമായ കുടുംബങ്ങൾ, കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ വരുമാനമില്ലാത്ത അതിഥി തൊഴിലാളി കുടുംബങ്ങൾ തുടങ്ങിയവരെയെല്ലാം നമ്മുടെ സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാക്കി. പട്ടികജാതി പട്ടികവർഗക്കാർ, മത്സ്യത്തൊഴിലാളികൾ, നഗരപ്രദേശങ്ങളിലെ ദരിദ്രർ എന്നിവർക്ക് പ്രത്യേക പരിഗണനയും നൽകി. 2024-25 സാമ്പത്തിക വർഷമാകുമ്പോൾ അതിദരിദ്രരുടെ എണ്ണം ശൂന്യമായി കാണിക്കാൻ കഴിയാവുന്ന ഒരു വികസന പ്രക്രിയയിലേക്കാണ് സംസ്ഥാനം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് സ്വന്തമായി ഭൂമിയുള്ള അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 75 പേർക്ക് സ്വപ്നക്കൂട് എന്ന ഒരു പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകുന്ന പരിപാടിയിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ 77,555 അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്ത കേരളം അതിദാരിദ്ര്യം പരിഹരിക്കാൻ 36,269 ഹ്രസ്വകാല പദ്ധതികളും 1,53,624 ദീർഘകാല പദ്ധതികളും ആവിഷ്കരിച്ചു. 64,006 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ജീവിതത്തിലേക്ക് കരകയറാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച ഈ അതിസൂക്ഷ്മ പദ്ധതിയുടെ ഭാഗമായി അർഹതപ്പെട്ട ഓരോ കുടുംബത്തിനും ഭക്ഷണവും ചികിത്സയും അവകാശരേഖകളും ഉറപ്പാക്കി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ട് EPAP കല്ലിയൂർ പഞ്ചായത്തിൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. 72 പേരെയാണ് അതിദരിദ്രരായിട്ട്
നമ്മുടെ പഞ്ചായത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഭക്ഷണം സ്വന്തമായിട്ട് പാകം ചെയ്യാൻ കഴിയാത്തവർക്ക് 3 നേരം 28 പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. പാകം ചെയ്യാൻ കഴിയുന്ന 38 പേർക്കും കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പ്രതിമാസം കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഭൂരഹിത ഭവനരഹിതരായ 11,340 കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകാൻ നടപടി സ്വീകരിച്ച സർക്കാർ അതിദരിദ്ര കുടുംബങ്ങൾക്ക് റേഷനും ആരോഗ്യ പരിരക്ഷയും വാതിൽപ്പടിയിലെത്തിച്ചു. സർക്കാർ തൊഴിൽ ശേഷിയുള്ളവർക്ക് ലേബർ കാർഡും വനിതകൾക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ അംഗത്വവും നൽകി. അടിസ്ഥാന രേഖകളും തൊഴിൽ ചെയ്യാൻ അവസരവും മരുന്നും ആഹാരവും വീടുമെല്ലാം ലഭിച്ചതോടെ അതിദരിദ്രരെന്ന് കരുതി സമൂഹം അവഗണിച്ചിരുന്ന കുടുംബങ്ങൾക്ക് പുതുജീവിതം സാധ്യമായിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചേച്ചിനെ ഞാനാണ് നോക്കണം. ഞാനും എൻ്റെ മകനും എൻ്റെ ചേച്ചിയെ നോക്കുന്നുണ്ട്. പിന്നെ 3,60,60,000 രൂപയാണ് വീട്ടിന് അനുവദിച്ചത്. ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പണി ചെയ്യാനും ഒരുപാട് പൈസ ആവശ്യമാണ്. 30,658 കുടുംബങ്ങളെ ഒന്നാം ഘട്ടത്തിൽ നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സുരക്ഷ, വരുമാനം എന്നിവ ഉറപ്പാക്കാനുള്ള പദ്ധതിയിൽ ഇതിനകം 47.89% നേട്ടം കൈവരിച്ച കേരളം 2025 കേരള പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഭക്ഷണം, വാസസ്ഥലം, വരുമാനം, ആരോഗ്യസ്ഥിതി എന്നിവയെ അടിസ്ഥാനമാക്കി അതിദരിദ്രരെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയ 64,006 കുടുംബങ്ങൾക്ക് കേരളം പുതുജീവൻ ഉറപ്പാക്കുകയാണ്. അതിലൂടെ നാം നിറവേറ്റുന്നത് വെറും സ്വപ്നമല്ല, അതിദരിദ്രരല്ലാത്ത കേരളം എന്ന ജനാധിപത്യത്തിന്റെ എക്കാലത്തെയും സ്വപ്നമാണ്.